നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് N8 അൾട്ര പ്ലസ് എന്ന് പറയുന്ന ആപ്പിൾ വാച്ച് അൾട്രയുടെ മാസ്റ്റർ കോപ്പിയാണ്. നല്ല ക്വാളിറ്റി കോപ്പി നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരുപാട് കോപ്പി വാച്ചുകൾ വരാറുണ്ട്. അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു വാച്ചാണ് ഈ ഒരു N8 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ എത്രത്തോളം നല്ല ക്വാളിറ്റി ഉണ്ട്, എന്തൊക്കെയാണ് ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. സിൽവർ കളറാണ് ഈ ഒരു മോഡൽ. ഇത് എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഒറിജിനലി ഇല്ലാത്ത കളറിലുള്ളതും കൂടെ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 49mm എന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സിന് മുകളിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പാക്കിങ്ങോട് കൂടിയിട്ടുള്ള ബോക്സിലാണ് വരുന്നത്. ബോക്സിൽ വരുന്ന കാര്യങ്ങൾ മാനുവൽ ബുക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും USB ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ആണ്. വയർലെസ് ചാർജിങ് ഈ ഒരു രീതിയിലുള്ള ചാർജിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ കോപ്പി വാച്ചിൽ 2 രീതിയിലുള്ള ചാർജറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ചാർജർ മിസ്സായിപ്പോയാലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ ചാർജർ. ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ചൈനീസിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളും അങ്ങനെയാണ് ആ ഒരു സ്ട്രാപ്പ് ഇടുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളും ഇംഗ്ലീഷിലും ചൈനീസിലും നിങ്ങൾക്ക് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വയർഫിറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. ചില ആപ്ലിക്കേഷനിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുവിധം എല്ലാ കോപ്പി വാച്ചിനും നല്ല ക്വാളിറ്റിയുള്ള വാച്ചിനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനാണ് വരുന്നത്. ഇതാണ് ചാർജർ. 2 സൈഡിലും ഒരേ രീതിയിലുള്ള കളറിംഗ് ആണ് വരുന്നത്. സാധാരണ രീതിയിൽ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു സൈഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കളർ മാറ്റം കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രാപ്പ് പുതിയ അൾട്രയിൽ അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ട്രാപ്പും കൂടെയാണ്. അതായത് നമ്മൾ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ വാച്ച് നമ്മുടെ കൈമേൽ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സ്ട്രാപ്പാണ്. അത് നമുക്ക് ആ ഒരു വാച്ച് നമ്മൾ കൈമേൽ കെട്ടുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് വാച്ചിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് കോപ്പിയാണോ ഒറിജിനലാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള അത്രയും നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. പുറത്തുനിന്ന് വെയിലുള്ള സമയത്തൊക്കെ നോക്കുന്ന സമയത്തും നല്ല ക്വാളിറ്റിയിൽ ബ്രൈറ്റ്നസ്സോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു സൈഡിൽ മൈക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ താഴെ വരുവാണെങ്കിൽ ആ ഒരു ഒറിജിനൽ തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള അൾട്രാ അലൂമിനിയം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ വാച്ച്മേൽ എന്താണോ എഴുതി അതേ രീതിയിലുള്ള എഴുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബിൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബാക്ക് സൈഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ആകുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിയാൽ സ്പീക്കർ കാണാം. വാൾപേപ്പറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ടച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ലാഗ് ഇല്ലാതെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ ആ ഒരു ബട്ടൺ മേലുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ബട്ടൺ മേക്ക് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസോ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസൊക്കെയാണ് ഇതിൽ വരുന്ന ആപ്ലിക്കേഷന്. സിറി സപ്പോർട്ടിംഗ് ആണ്. അതുപോലെ ഈ ഒരു സൈഡിൽ നോക്കിയാൽ നമ്മൾ വാച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ, അതിന് എങ്ങനെയാണ് സ്ട്രാപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് കാണിച്ചു തരാം. വാച്ച് സ്ട്രാപ്പ് ഇതുപോലുള്ള കോപ്പി വാച്ചിൽ സ്ട്രാപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചൊരിക്കലും ഇടാൻ പാടില്ല. കാരണം ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗം നടുവിൽ സെൻറ്ററിൽ വരുന്ന അത് ഒന്ന് ഇളകിപ്പോയാൽ പിന്നെ നമുക്ക് ആ ഒരു ഫിറ്റിങ്ങിൽ പിന്നെ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഇടാൻ പറ്റാത്തൊരു പ്രശ്നം വരും. അതുകൊണ്ട് ഇടുന്ന സമയത്ത് ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗം എപ്പോഴും താഴെ ആക്കിയിട്ട് ഇടുക. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അവിടെ കുറച്ച് മുകളിലേക്ക് വരും. അതങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നാൽ വിളിക്കുന്നാലെല്ലാം പൈസ കഴിക്കുക.
ഈ ഒരു സ്ട്രാപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൈമേൽ എത്രത്തോളം നല്ല ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും അത്രയും നല്ല ഫിറ്റിലാണ് ഈ ഒരു സ്ട്രാപ്പ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ണം തോന്നിക്കുമെങ്കിലും നല്ല ഫിറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിയിൽ പെട്ടെന്ന് വലിച്ചാൽ വരെ പൊട്ടാത്ത രീതിയിലുള്ളൊരു ഫിറ്റിംഗ് ആണ് ഈ ഒരു വാച്ച് കെട്ടുന്ന സമയത്ത്. 49mm ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ ആണ്. കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേയും കൂടിയാണ്.